ഹലോ ഗായ്സ്, ഞാൻ 4 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബിയേർഡ് ഓയിലിൻ്റെ റിവ്യൂവിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം ലാഗൊന്നും വേണ്ട, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഒരു ബിയേർഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ കുറഞ്ഞത് ഒരു 90 ദിവസം അല്ലെങ്കിൽ 3 മാസമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ബിയേർഡ് ഓയിലിൻ്റെ കേസ് നമുക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ 4 മാസം മുന്നേ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു ഹാർഡൻസ് ബിയേർഡ് ഓയിലിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ബിയേർഡ് ഓയിൽ, അതായത് ഈ സാധനം. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അതായത് ഞാനൊരു 4 മാസത്തോളം ഇത് ഉപയോഗിച്ചായിരുന്നു കേട്ടോ. റെഗുലർ യൂസ് ആയിരുന്നു. എല്ലാവരും ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ 1-2 ആഴ്ചയൊക്കെ ഉപയോഗിച്ചിട്ട് കളയുകയല്ല, 4 മാസം തന്നെ പക്കായിട്ട് ഞാൻ യൂസ് ചെയ്തു. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നത് വെച്ചിട്ട് കെമിക്കൽസും കാര്യങ്ങളൊന്നും ഒട്ടുമില്ലാതെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടാനും പിന്നെ നമുക്ക് താടി മീച്ച ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസൊക്കെ മാറ്റാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബിയേർഡ് ഓയിലാണെന്ന് പറയാം ഈ ഹാർഡൻസിൻ്റെ ഡിസിപ്ലിൻ എഡിഷൻ ഈ ബിയേർഡ് ഓയിൽ. ഇതൊരു പ്രീമിയം കാറ്റഗറി ബിയേർഡ് ഓയിലാണ്. അത് ഞാൻ പറയാനുള്ള കാരണം, ഒന്നാമത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ നേരത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അത് മാത്രമല്ല ഇതിൻ്റെ പാക്കിംഗ് ആയാലും ശരി, ഇതിൻ്റെ ഡിസൈനിങ് ആയാലും എല്ലാം കൊണ്ടും ഒരു പ്രീമിയമാണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം പ്രൈസും ഇതിനുണ്ട്. 1450 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ പഴയ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഇത് കാണിക്കാം. ഇത് പുതിയ ബോട്ടിലാണ് കേട്ടോ. അതായത് മറ്റേ ബോട്ടിൽ എൻ്റെ യൂസ് കഴിഞ്ഞായിരുന്നു. ഇത് 2ാമത്തെ ബോട്ടിലാണ്. ഇതാണ് സാധനം, കണ്ടില്ലേ? ഗ്ലാസ് ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, എൻ്റെ ഈ ബുൾഗാൻ്റെ ഈ ഭാഗത്തുള്ള താടികളില്ലേ, ഇവിടെ എനിക്ക് പുതിയ കുറച്ച് രോമങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല. അതായത് ഇവിടത്തെ ഇങ്ങോട്ടൊക്കെ കുറച്ച് ഫില്ലിങ്ങൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഇവിടുത്തെ പാച്ചസ്, എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. കാര്യം എനിക്ക് ഇവിടെ കുറച്ച് പാച്ചസ് ഒക്കെ ഉണ്ട് എൻ്റെ ബിയേർഡിൻ്റെ ഈ ഭാഗത്ത്. പക്ഷേ ആ പാച്ചസ് എല്ലാം കംപ്ലീറ്റ്ലി കവറായിട്ടുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ ഉള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, താടിയിൽ ഞാനിപ്പോൾ കുറച്ച് ട്രിം ചെയ്താണ് കേട്ടോ. മുടിയും താടിയൊക്കെ ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് വെച്ചിരുന്നു. പക്ഷേ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മുടി വെട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ താടി വെട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ വന്നു കയറി കഴിഞ്ഞാൽ അത് വെട്ടാതെ നമുക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. അതുകൊണ്ട് ഒരു 2 ആഴ്ച മുന്നേ ഞാൻ മുടി താടിയൊക്കെ വെട്ടി ഷേപ്പാക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു എനിക്കിത് ഉപയോഗിച്ചതിന് ശേഷം. മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ലെങ്തി ആയിട്ട് വളർത്താറില്ല. പക്ഷേ ലെങ്തി ആകുന്നതോറും എനിക്ക് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് ബിയേർഡിൽ. നമുക്ക് അത്യാവശ്യം പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോഴത്തേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് നാൾ മുന്നാണ് ഈ മഴ തുടങ്ങിയത്. അതിന് മുന്നേ നമ്മൾ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കയറി നമുക്ക് ഒരു ചൊറിച്ചിൽ, ഡാൻഡ്രഫ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം താടികളുണ്ടായിരുന്നു. പക്ഷേ ഈ ബിയേർഡ് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ, ചൊറിച്ചിൽ, അതുപോലുള്ള ഫംഗൽ പ്രശ്നമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ താടിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഫംഗൽ ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് താടി നല്ല രീതിക്ക് വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, താടിയിൽ അഴുക്കിരിക്കുന്നത് മൂലം താരൻ, പിന്നെ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതിനെല്ലാം പറ്റിയ ഒരു ബിയേർഡ് ഓയിൽ എന്ന് പറയാം. കാര്യം ഇതിൽ 2 ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ്, പെപ്പർമെൻറ്റ് ഓയിലും ഓറഞ്ച് എസൻഷ്യൽ ഓയിലും ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല താടിയിൽ. അത് മാത്രമല്ല ഓറഞ്ച് നമ്മൾ എസൻഷ്യൽ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബിയേർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഓറഞ്ചിൻ്റെ മണമാണ്. നമ്മൾ ഇവരുടെ നോർമൽ ബിയേർഡ് ഓയിലുണ്ട്, ആ ബിയേർഡ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഓയിൽസിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അതിലൊരു പ്രത്യേക ഫ്രാഗ്രൻസ് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ ഓറഞ്ചിൻ്റെ, അതായത് ഇതിൽ ഫ്രാഗ്രൻസ് ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഓറഞ്ച് എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഓറഞ്ച് എസൻഷ്യൽ ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബിയേർഡ് സെറം ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അധികം ഓയിലി അല്ല. ബിയേർഡ് ഓയിൽ യൂസ് ചെയ്യുന്നവരുടെ ഡൗട്ടാണ്, ഇത് എത്ര നേരം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 2 നേരം യൂസ് ചെയ്താൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. വൈകുന്നേരമാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഡ്രൈ സ്കിന്നിൽ മാത്രം ബിയേർഡ് ഓയിൽ അപ്ലൈ ചെയ്യുക. നനവുള്ളതിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മിനോക്സിഡിൽ പോലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം, ഡ്രൈ ആയതിന് ശേഷം മാത്രം ബിയേർഡ് ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു ബിയേർഡ് ഓയിൽ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ബിയേർഡ് ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നാച്ചുറൽ ആയിട്ടുള്ള DHT ബ്ലോക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ബിയേർഡ് ഗ്രോത്ത് നന്നായിട്ട് കൂടുന്നതാണ്. മാത്രമല്ല നമുക്ക് താടി മീശ പൊഴിയുന്ന പ്രശ്നങ്ങൾ ഒരാൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്യുന്നവർ പെട്ടെന്നൊരു ദിവസം നിർത്തുമ്പോൾ താടി മീശ പൊഴിയുന്നുണ്ട്, പെട്ടെന്ന് നിർത്തിയാൽ പൊഴിയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക്
പറ്റിയൊരു ബിയേർഡ് ഓയിലാണ് ഈ DHT ബ്ലോക്കർ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള ബിയേർഡ് ഓയിലുകൾ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിയേർഡ് ഗ്രോത്ത് കൂടുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ ബേബി ഹെയർസ് ഒക്കെ ഉള്ളവർക്ക് നല്ല തിക്നെസ്സോട് കൂടി ബിയേർഡ് വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ബിയേർഡ് ഓയിലാണ് ഇത്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പാച്ചസ് ഉണ്ടാവുമല്ലോ, എനിക്ക് 100% പാച്ചസ് കവറായെന്ന് പറയാം. എനിക്കിപ്പോൾ ഫുള്ളായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ പാച്ചസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബിയേർഡ് ഓയിലാണ് ഈ ഡിസിപ്ലിനേഷൻ ബിയേർഡ് ഓയിൽ. ഇത് നമുക്ക് റെഗുലർ ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബിയേർഡ് ഓയിലാണ്. അത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ബിയേർഡ് ഓയിലാണ്. പിന്നെ ഈ ഒരു 4 മാസത്തെ കാലയളവിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ താടി മീശകളിൽ ഒരുപാട് ബേബി ഹെയർസ് പുതുതായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ചീക്കിന് മുകളിലോട്ടൊക്കെ അത്യാവശ്യം നല്ല ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. പിന്നെ മീശയിൽ തന്നെ അത്യാവശ്യം ബേബി ഹെയർസൊക്കെ പുതുതായിട്ട് നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം വരുന്നുണ്ട്. പക്ഷേ 100% ഒരു ബിയേർഡ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും എങ്ങും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും, പിന്നെ ബിയേർഡ് ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബിയേർഡ് ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബിയേർഡ് ഓയിൽ. ഒരു ബിയേർഡ് ഓയിൽ എങ്ങനെ പ്രോപ്പർ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതായത് ഡെർമാ റോളറിൻ്റെ കൂടെ ഒരു ബിയേർഡ് ഓയിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിനോക്സിഡിൻ്റെ കൂടെ നമുക്കൊരു ബിയേർഡ് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തൊരു വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് അതേപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇത് 50 ml ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ നോർമൽ വീഡിയോ വരുന്നത് 30 ml ആണ്. ഇത് 50 ml ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ 1450 കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബിയേർഡ് ഓയിൽ എനിക്ക് തോന്നുന്നു ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 35 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് തീരും. 30 ml ആണ്. നമുക്ക് ഈ 60 ml ഈ ബോട്ടിൽ നമുക്കൊരു 2-3 മാസം, ഞാനൊരു 4 മാസത്തോളം ആ ബിയേർഡ് ഓയിൽ യൂസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു 4 മാസത്തോളം നമുക്ക് നോർമൽ യൂസിന് പറ്റിയ ഒരു ബിയേർഡ് ഓയിലാണിത്. വേറെ ഒന്നും പറയാനല്ല. അടുത്തൊരു വീഡിയോ കാണാം. അത് കാണുമ്പോഴേക്കും ബൈ.